അഭിനയിക്കാനൊരു ചെറിയ ചാൻസ്. ഞാൻ നന്നായിട്ട് അഭിനയിക്കും. എന്നാ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. അപ്പൊ ചെറിയൊരു പ്രശ്നം. എന്ത്? തിരക്കഥയില്ല. തിരക്കഥ ഞാൻ എഴുതാം. തനിക്ക് തിരക്കഥ എഴുതാനും അറിയോ? അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ട്. ഒരൊലക്ക കിട്ടും. കുറച്ച് വെള്ളം ചേർക്കാൻ നല്ല മുഴുപ്പുള്ള പാലാ. കുറച്ച് ചേർക്കല്ലേ? ചേർക്കും. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. നീലവിയിൽ എന്തായോ എന്തോ നല്ല കവള്. ഉണ്ണി മാസ്റ്ററുടെയും ലക്ഷ്മിയുടെയും മകനായി 1951 ഏപ്രിൽ 4 പാട്ടിത്തായിരുന്നു ശ്രീനിവാസന്റെ ജനനം. കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലുമായി വിദ്യാഭ്യാസം. ചെറുപ്പം മുതലേ അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചു. അവിടെ നിന്നും സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തു. നാടകങ്ങളിലൂടെയാണ് ശ്രീനിവാസൻ കലാരംഗത്തേക്ക് എത്തിയത്. നാട്ടിലെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട കൽപ്പന ആർട്സിലൂടെ നാടകരംഗത്ത് സജീവമായി. പിന്നീട് സിനിമാ രംഗത്തേക്ക് എത്തുകയായിരുന്നു. ശ്രീനിവാസൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രീനിവാസനുമായി അടുത്ത ബന്ധം ഉള്ള ഒരാളാണ് ഞാൻ. ശ്രീനിവാസൻ്റെ സഹോദരൻ ഞാനും ഒന്നിച്ച് പഠിച്ചതാണ്. എന്നെക്കാളും 3 വയസ്സിന് പ്രായം കൂടുതലുള്ള ആളാണ് ശ്രീനിവാസൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രദേശത്തെ വയലുകളിൽ നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രീനിവാസൻ്റെ കലാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പാട്ടത്തെ റോയൽ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ക്ലബിൻ്റെ വാർഷികങ്ങളിലൊക്കെ ശ്രീനിവാസൻ്റെ നാടകങ്ങളാണ്, സ്വന്തം എഴുത്തയ്യാറൊക്കെ നാടകങ്ങൾ തന്നെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് ശ്രീനിവാസൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം മൂപ്പർ സിനിമ പഠിക്കാൻ വേണ്ടി പോവുകയുണ്ടായത്. തുടർന്ന് സിനിമ തന്നെ പൂർണ്ണസമയ സിനിമാ പ്രവർത്തകനാകുന്ന രീതിയാണ് ഉണ്ടായത്. ഈ പ്രദേശം എന്ന് പറയുന്നത് വലിയ നിലക്ക് അറിയപ്പെടുന്ന സ്ഥലമാണ് പാട്യം. വാഗ്ബിടാനന്ദൻ്റെ ജനിച്ച മണ്ണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഉന്നതനായ രാഷ്ട്രീയ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള സഖാവ് പാട്യം ഗോപാലന് ജന്മം നൽകിയ നാട്. അതേപോലെ തന്നെയാണ് വലിയ നിലക്ക് ഈ ലോകം അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറിയ പാട്യം ശ്രീനിയുടെ ജന്മഗൃഹമാണ് ഈ കാണുന്നത്. ഈ 3 പേരെയും പാട്യം നാടാണ് ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്. ആ നിലക്ക് ഈ പാട്യത്തിനെ ഈ രാജ്യത്താകെ അറിയപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. ഒരു കാലത്ത് പാട്യമാണ് പ്രശസ്തമാക്കി കൊണ്ടുവന്നെങ്കിലും അതിനുശേഷം ശ്രീനിവാസനാണ് സിനിമയിലൂടെ, സിനിമാ മേഖലയിലൂടെ പാട്യത്തിൻ്റെ നാമധേയം ആ മേഖലയിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടൊരാൾ. അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ ഈ അഭിനയവുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിയിട്ടുള്ളതാണ്. ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിൽ അന്ന് വെള്ളേരി നാടകം എന്ന് പറയും. കലൂനി വയലിനകത്ത് പല ദിവസങ്ങളിലും ഈ നാടകം അവർ സ്വന്തമായി എഴുതുകയും അഭിനയിക്കുകയും ചെയ്യുന്ന നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ശ്രീനിവാസനേക്കാൾ അതിൻ്റെ തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ രവീന്ദ്രനായിരുന്നു. പിന്നീട് ശ്രീനിവാസനും അതോടൊപ്പം ചേർന്നു. പിന്നെ വിദ്യാഭ്യാസത്തിന് ശേഷം കോങ്ങാറ്റയിൽ ഒരു കലാസമിതി ഉണ്ടായി. മണിയാർത്തി രവീന്ദ്രനാഥ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ. അദ്ദേഹം നാടകകൃത്ത് കൂടിയാണ്, അഭിനേതാവാണ്, നാടകകൃത്താണ്. അദ്ദേഹത്തോടൊപ്പം ഇയാളും ചേർന്നുകൊണ്ട് ഒട്ടേറെ നാടകങ്ങളും രചിക്കുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. ഉണ്ണിമാഷ് സാമ്പത്തികമായിട്ട് കുറച്ച് ബാധ്യതയും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അച്ഛൻ ബാധ്യതയൊക്കെ വന്നതിന് ശേഷം ആ വീട് സ്ഥലമൊക്കെ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് വന്നു. മൂപ്പറ പേരിലേക്ക് തിരിച്ചെടുക്കുകയുണ്ടായി ശ്രീനിവാസൻ. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മൂപ്പറത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് പൂക്കോട് സ്ഥലം വാങ്ങി അവിടെ വീടെടുത്ത് അവിടെ താമസമാക്കുന്നത്. ഇതിനിടയിൽ ആണ് ഈ വീടെടുക്കുന്നതിന് മുമ്പായിട്ടാണ് പാട്ടത്തിൽ തന്നെയുള്ള വിമല ടീച്ചറെ വിവാഹം കഴിക്കുന്നത്.
അത് പാട്യപഞ്ചായത്തിൽ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രണയ വിവാഹമാണ്, ദീർഘകാലത്തെ പ്രണയ വിവാഹമാണ്. ഉണ്ണിമാഷ് അത് അനുവദിക്കില്ല എന്ന രീതിയിലേക്കെല്ലാം വന്നപ്പോൾ, പക്ഷേ അമ്മ അതിന് എതിർപ്പൊന്നും അമ്മ എതിർപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ KP ശ്രീധരൻ മാസ്റ്ററുടെ എല്ലാം സഹായത്തോടു കൂടി ശ്രീധരൻ മാസ്റ്റർ എന്ന പ്രസിഡന്റ് വെച്ച് കഴിഞ്ഞാൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന നിലയിലേക്ക് വന്നു. പിന്നീട് അവരുടെ ജീവിതം ഈ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറി. വിമൽ ടീച്ചറുടെ ഉണ്ടാവും, ഇവിടെ വരും, ഇടയ്ക്കിടയ്ക്ക് വരും. അവർക്ക് ഒരു സ്കൂളിലാണ്, കൂത്തുപറമ്പ് മേഖലയിലെ ഒരു സ്കൂളിലാണ് അവർ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ കാലത്തേക്ക് പിന്നെ പടിപടിയായി പാട്യത്വമായിട്ടുള്ള ഒരു ബന്ധം കുറഞ്ഞു വരികയുണ്ടായിട്ടുണ്ട്. പിന്നെ അതിഥിയായി നമ്മൾ പല ആവശ്യങ്ങൾക്കും ക്ഷണിക്കുമ്പോൾ വരുന്ന ഒരാളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ബന്ധം വെച്ചുകൊണ്ട് ഞാനും ഈ രമേശ് ബാബുവും ഒരു പ്രാവശ്യം ഇവരെയൊക്കെ കാണാൻ വേണ്ടി മദ്രാസിലൊരു യാത്രയുടെ ഭാഗമായിട്ട് അവരുടെ പോയി വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അവിടെ പോയി അങ്ങനെ അവിടുന്ന് അവരുടെ ആതിഥ്യമൊക്കെ സ്വീകരിച്ച് ഭക്ഷണം കഴിച്ചു. 1-2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ പിന്നെ അവരുടെ ജ്യേഷ്ഠനുണ്ട് രവീന്ദ്രൻ, അവർ മദ്രാസ് തന്നെയാണ്. അവരെ അടുത്ത് പോയി അവിടെയാണ് നമ്മൾ 2 ദിവസം താമസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരികയായിട്ട്. നർമ്മത്തിന് പുതിയ ഭാവം നൽകിയ ശ്രീനിവാസൻ സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുകയായിരുന്നു. സ്വന്തം അനുജൻ മരിച്ചതിൻ്റെ അതേ ദുഃഖത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്കധികം പറയാൻ കഴിയില്ല. അത്രമാത്രം ഞങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. എൻ്റെ അനുജൻ്റെ മാതിരി തന്നെയായിരുന്നു. ഒരു ഏട്ടനോടുന്നുള്ള സ്നേഹം എന്നോടും, അനിയനോടെന്നുള്ള ഒരു ഇളയ അനിയനോടുള്ള സ്നേഹം എനിക്കും ഉണ്ടായിരുന്നു. നാടകത്തിലൂടെയാണോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അല്ലല്ല, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിൽ ആയിരുന്നു അവൻ്റെ അച്ഛൻ. അന്ന് തുടങ്ങി ഇവൻ്റെ ഏട്ടൻ ഏതാണ്ട് എൻ്റെ പ്രായക്കാരൻ. അപ്പോൾ ഞങ്ങൾ അന്ന് തുടങ്ങിയുള്ള ബന്ധങ്ങളാണ്. പിന്നെ ഇത് കൂടുതൽ അടുത്ത് അവൻ പഠിക്കുന്ന ഞാനും പഠിക്കാൻ കോഴിക്കോട്ടേക്ക് പോയി. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞാനിവിടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവിടെ തിരാകേണ്ടി വന്നു. അപ്പോൾ അവൻ മട്ടന്നൂർ കോളേജിൽ BA പഠിക്കാം. ആ സമയത്താണ് ഞങ്ങൾ തമ്മിൽ കൂടുതൽ എടുക്കുന്നത്. നാടകത്തിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? നാടകത്തിലല്ല, ഇവിടുന്നാണ്. അപ്പം ഞങ്ങൾ നാടകം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത്. മദ്രാസി ഇതുണ്ടല്ലോ, ചെന്നൈ, പിന്നെ ജൂനിയർ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൽ അന്നേരം നമ്മളെ പാട്യത്തിലുള്ള അയാളായിരുന്നു വൈസ് പ്രിൻസിപ്പാൾ പ്രഭാകരൻ മാഷ്. അയാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിഗ്രി എടുത്ത് തന്ന ആളാണ്. അങ്ങനെ ഇതിന് കൊടുത്താൽ അപ്പോൾ ആ കാലഘട്ടം ഒന്നും അതിന് എടുക്കുന്നതിന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം രൂപം കൊടുത്താൽ അന്ന് രൂപത്തിൻ്റെ കാലഘട്ടമാണ്. നസീറൊക്കെ വാഴുന്ന ആ കാലഘട്ടത്തിൽ രൂപങ്ങൾക്കും സൗന്ദര്യത്തിനാണല്ലോ പ്രധാനം. മെയിൻ സൗന്ദര്യമാണല്ലോ പ്രശ്നം. അപ്പോൾ ഇവനങ്ങ് കൊടുത്തതിന് ഇവൻ ടാലൻ്റ് തന്നെയാണ്. ബോൺ ടാലൻ്റാണ് അവൻ. നമ്മളിപ്പം ഭയങ്കര സീരിയസ് ആയി ആയിരുന്ന പ്രശ്നം വളരെ ഹാസ്യത്തിൽ, അതായത് സെറ്റയർ മൂഡിൽ കണ്ടുപോയി. അതവൻ്റെ ജന്മവാസനയാണ്. അന്നേരം ഞാൻ അതുകൊണ്ടാണ് ഇത്രയും എന്ത് കാരണവും നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ അയ്യോ എന്ന് പറയുന്ന അവൻ്റെ ഡയലോഗിൽ നിന്ന് ചിരിച്ചു പോകും നമ്മൾ. എന്നിട്ട് പക്ഷേ അതിൽ ഈ വേദന മുഴുവൻ ഉണ്ടാവും. അത് ജന്മവാസനയാണ്. അത് ഈ ജനുസ്മൃതി നാടകമാണ് നമ്മൾ. കാരണം അന്നത്തെ അത്യന്താധുനിക നാടകമായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ ഒരു പ്രത്യേക എന്നിട്ട് നമ്മൾ ചോദിച്ചു, എല്ലാവരും പറഞ്ഞു അന്നത്തെ പഠിച്ച നമ്മുടെ കൂട്ടത്തിലുള്ള പറഞ്ഞാൽ ഹിതോടി വിജയിക്കുക എന്നെല്ലാം പറഞ്ഞു മനസ്സിലായി. പക്ഷേങ്കിൽ അതിനെല്ലാ അവാർഡുകളും നമുക്ക് മേടിക്കാൻ കഴിയും. അത് ഒരു ജനുസ്മൃതി നാടകത്തിന് ആദ്യം നമ്മളിവിടുന്ന് അതിന് മുമ്പേ ചെറിയ നാടകങ്ങൾ കൊടുക്കുക. കണ്ടംപള്ളി ബാലൻ സ്മാരക ട്രോഫി, പിന്നെ തുടർച്ചയായിട്ട് നമുക്ക് 5 കൊല്ലം കിട്ടീന്. അത് അവൻ്റെ ആദ്യത്തെ ഒരു കൊല്ലം പണിയെടുക്കാൻ കഴിഞ്ഞു. പിന്നെ മദ്രാസിലേക്ക് പോയി. ഇവിടുന്ന് മദ്രാസിൽ പോയിന്. അങ്ങനെയൊന്നും അവൻ ശരിക്കും പറഞ്ഞാൽ അവനങ്ങനെ ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ ഇതില്ല. ഞങ്ങളിവിടെ ഏട്ടനെന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ്. അവൻ്റെ അമ്മേൻ്റെ വീട് കോൺഗ്രസിൻ്റെ ഭയങ്കര ആൾക്കാരാണ്. അച്ഛൻ പഴയ കമ്മ്യൂണിസ്റ്റ്, ഇവിടെ ആദ്യകാല കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ നമ്മളെ അച്ഛനും ഗാന്ധിക്കെല്ലാം വേണ്ടി ഒരുപാട് ചെയ്ത് അച്ഛനും പിന്നെ ഉണ്ണിമാഷും അവൻ്റെ അച്ഛനും ഭയങ്കര ഫ്രണ്ട്സാണ്. അയാൾ കമ്മ്യൂണിസ്റ്റ് തന്നെ, അച്ഛൻ ഗാന്ധിൻ്റെ ആ ഇതിൽ വിശ്വസിക്കുന്ന ആളും. അങ്ങനെ ഒരു ടെൻഷൻ. ഞാനാണ് അവൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ AK ഓവാലിനി NE ബാലറാമിനെയും കാണുന്നത്. അവിടെ വന്ന് ഇയാൾ കൂട്ടിക്കൊണ്ട് നമ്മൾ ചെറുതാണ്. അപ്പോൾ മാഷ ഇവിടെ വരും. ഇപ്പോൾ മാഷായിട്ടാണ്. വലിയ വിമർശനങ്ങൾ നേരിട്ടും സിനിമയിലൂടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ? ഞാൻ എന്തും തമാശയായിട്ട് ഞങ്ങൾ കാണും. ഞങ്ങളങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കില്ല. ഇവിടെ ഇപ്പോൾ നമ്മളെ ഏട്ടൻ ഭയങ്കര സീരിയസാണ്. അയാൾ ഫുൾ ടൈം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു.
പുള്ളീൻ്റെ മുമ്പിൽ ആരും അങ്ങനെ അല്ലാതെ ഒരു ഉണ്ട്. അപ്പോൾ ഇവനതിനെ ചിരിപ്പിച്ച് മരിക്കും. അവർ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എല്ലാം പറയും. അതിലൊന്നും അങ്ങനെ ഒരു അടിസ്ഥാനപരമായി എന്തിനു എതിർക്കുക എന്നുള്ള ഒരു നമുക്ക് പിടിക്കാത്ത എതിർക്കുന്നല്ലാണ്ട് അവനങ്ങനെ ഒരു പ്രത്യേക ഒരാളോട് ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല. നമ്മളതങ്ങനെ പറയും. ഞങ്ങളായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള തർക്കങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും നമ്മൾക്കെല്ലാം ഒരേ മൂടുകാറാണ്. ഏത് രാഷ്ട്രീയക്കാരനെ നമ്മൾ എല്ലാവരും വിമർശിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുവിധ ആളല്ല. ഇതിൽ സജീവ രാഷ്ട്രീയമുള്ള ആൾക്കാരുണ്ട്. അവരെ കാണുമ്പോൾ നമ്മൾ ഒഴിവാക്കും. വേറെ ഉണ്ട്. ഇപ്പം കല്യാണത്തിന് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ. എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഭാര്യ വല്ലതും ഉണ്ട്. മോൻ്റെ കല്യാണത്തിനുണ്ടായിരുന്നു, നിശ്ചയത്തിനുണ്ടായിരുന്നു, തലശ്ശേരി. അതിനായിട്ടൊന്നും സുഖമില്ലാത്തവരും വന്നിന് എൻ്റെ ഫോട്ടോ അത് കുറച്ച് ഈ കല്യാണത്തിന് ശേഷം ഇപ്പോൾ ഒരിക്കൽ കണ്ടത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പിന്നെ ഞങ്ങളിപ്പം കോണ്ടാക്ട് ചെയ്തിപ്പോൾ ഒരു 3-4 മാസം മുമ്പ് അത് സ്ഥിരമായിട്ട് ഇപ്പം ആഴ്ചക്കപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആഴ്ചക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം വിളിക്കും. അവശനല്ല, സംസാരിക്കാൻ വിഷമമുണ്ടായി. അപ്പോൾ അതിന് സ്പീക്കിംഗ് തെറാപ്പി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ആഴ്ചക്ക് വിളിക്കും. ഞങ്ങൾ നമ്മൾ സംസാരിക്കും, പഴയ ആൾക്കാരെ പറ്റിയെല്ലാം ചോദിക്കും. അങ്ങനെയായി. പിന്നെ ലാസ്റ്റ് ഒരു 2 മാസമായി തോന്നുന്നു നമ്മൾ ആ ബ്ലോക്കിൽ അച്യുതം മരിച്ചിട്ടില്ലേ, അത് ഇവൻ്റെ അയൽക്കാരനായിരുന്നു. പിന്നെ ദിവാരം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മച്ചുവനുണ്ട്, പിന്നെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. അയാൾ മരിച്ച ദിവസം ഇതിങ്ങനെ കുറേ ആയില്ലോ മരിച്ചു എന്ന് പറഞ്ഞിട്ടെല്ലാം പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടല്ലോ. അത് കണ്ടിട്ട് ഇവരങ്ങോട്ട് വിളിച്ചു. നമ്മളിപ്പോൾ വിളിച്ചെടുത്തത്. അപ്പോൾ എനിക്ക് ഫോൺ വരാത്ത കുറച്ച് ദിവസമായി. അപ്പോഴേക്ക് സംസാരിക്കുന്നത് നമുക്ക് ശരിക്കും വെക്കുന്നതല്ല, അതിന് അന്നേരം തെറാപ്പി എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ എൻ്റെ ഭാര്യയോട് സംഗതി പറഞ്ഞ് മരിച്ചില്ല. അപ്പം പറഞ്ഞ് നമുക്ക് മനസ്സിലായി. ഞാൻ പിന്നെ വെറുതെ വരുന്നത് സോഷ്യൽ മീഡിയയിൽ. ഇല്ല പോയില്ല. അന്ന് ഞാൻ ഇവിടെ ഇല്ല, ബാംഗ്ലൂരിൽ. എന്നാന്ന് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഇപ്പം മകനിൽ നിന്ന് വന്നതാണ്. അവൻ സ്പെയിനിലെല്ലാം പോയിട്ടാണ്. അവനിപ്പം ഇന്ന് വന്നവൻ മോനും ചെറിയ കുട്ടീനെ കൂട്ടി 4 സ്ഥലം. പിന്നെ നഷ്ടം മാത്രമല്ല, നമ്മളെല്ലാം ഈ പാഠ്യത്തിൻ്റെ പേര് പിന്നെ കലാരംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും കൊണ്ടുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് മറക്കാൻ പറ്റുള്ളൂ. അതായത് ബോൺ ടാലൻ്റ്. അങ്ങനെയുള്ള കലാകാരന്മാർ സിനിമയില്ല. ഞാനും കുറേ കാലം സിനിമാ ഫീൽഡിൽ അവിടെ പോയിട്ട് ഇവൻ്റെ ഇതിന് മുമ്പ് കൂട്ടിയിട്ട് പ്രഭാകരൻ മാഷ് ഇതിൽ ഞാൻ പോയി. പക്ഷെ അന്നേരം ഇവൻ്റെ ആ നേച്ചർ, പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഇതിലേക്ക് വന്നത്. സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട്. അവൻ ഒരുപാട് ചെറുപ്പത്തിൽ അങ്ങനെ ഇതിൽ പോകാൻ വേണ്ടി സിനിമയിലേ പോകുന്നുള്ളത് അച്ഛനും ഇഷ്ടമില്ലായിരുന്നു, അവൻ്റെ അച്ഛന്. പക്ഷെ പിന്നെ അതേ പോകുന്നുള്ള ഉറപ്പിച്ച തീരുമാനത്തിൽ അവൻ അങ്ങനെ ഇത് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ് എ ജീനിയസ് മാത്രമല്ല ഒരു ബോൺ ടാലൻറ്റ്. അതുകൊണ്ട് കലേൻ്റെ വേറെ കൊണ്ട് രൂപലാവണ്യങ്ങൾ കൊണ്ടൊന്നുമല്ലാണ് സിനിമയിൽ പിടിച്ചു നിന്നത്. പിന്നെ ചെറിയ കാണുമ്പോൾ ചെറുതാണെങ്കിൽ ഭയങ്കര കഴിവുള്ള ജന്മവാസനയുള്ളതാണ്. അഭിനയം, കഥ, തിരക്കഥ, സംവിധാനം തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലകളിലും കൈവച്ച് തൊട്ടതെല്ലാം പൊന്നാക്കിയ ശ്രീനിവാസൻ ജന്മനാടായ പാട്യവുമായി എന്നും ഇഴമുറിയാത്ത ബന്ധവും സുഹൃത്ത് വലയവും കാത്തുസൂക്ഷിച്ചിരുന്നു. ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ മനസ്സിൽ വരുന്നത് ഈ പാട്യം ഗ്രാമത്തിലെ ഏറ്റവും ഉയർന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ത്യാഗപൂർവം വർക്ക് ചെയ്തിട്ടുള്ള പഴയകാല കമ്മ്യൂണിസ്റ്റ് ഉണ്ണിമാഷ്. ആ ഉണ്ണിമാഷയുടെ മകനാണ് ശ്രീനിവാസൻ. പ്രതിഭകളും അടങ്ങിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ കലാ സാംസ്കാരിക രംഗത്ത് ചെറുപ്പം മുതലേയുള്ള ഇതിൽ ആകൃഷ്ടനായിരുന്നു എന്ന് മാത്രമല്ല, നാട്ടിൻപുറത്ത് നമ്മളെ പഴയകാലത്തെല്ലാം ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ ആ കൊയ്ത്ത് കഴിഞ്ഞാലുള്ള വയൽ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഇവൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള ഒരു വയലുണ്ട്. ആ വയലിൽ ഇവരതായിട്ടുള്ള ഒരു കലാസമിതിയും ആ കലാസമിതിയുടെ നാടകവും കഥയെഴുത്ത് ഇവർ തന്നെ ഇവരെന്ന് പറയുമ്പോൾ ശ്രീനിവാസനുണ്ട്, അതുപോലെ തന്നെ ശ്രീനിവാസൻ്റെ നേരെ സഹോദരൻ രവീന്ദ്രനുണ്ട്. അങ്ങനെ അവർ അടക്കമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചെറിയ 10, 12, 13 വയസ്സ്, 13 താഴെയുള്ള വയസ്സിൻ്റെ അവരാണ് നാടകം എഴുതി നാടകം അഭിനയിക്കുകയും അത് കാണാൻ വേണ്ടിയാണെങ്കിൽ ആ പ്രദേശത്തെ സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ള ആളുകൾ
അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ വിദ്യാഭ്യാസത്തിനോടൊപ്പം കലയെയും വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ കല പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീനിവാസൻ പരമാവധി പ്രവർത്തിച്ചു. സ്വന്തം പ്രയത്നത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ മേലോട്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പറയേണ്ടത് ആരുടെ പറയേണ്ടത് ആരുടെ മുമ്പിലായാലും തുറന്ന് പറയാനുള്ള ഒരു അത് പലപ്പോഴും ഈ ഹാസ്യത്തിൽ നർമ്മത്തിൽ കലർത്തിയിട്ടായിരിക്കും അത് പറയാന്നുള്ളത്. അല്ല, അതാണ് അവൻ്റെ സംസാരത്തിലുള്ളൊരു പ്രത്യേകതയാണത്. ആർക്കും ഒരു വെറുപ്പില്ലാതെ പക്ഷേ ഏറ്റവും ഡീപ്പായിട്ട് അത് ആളുകളിൽ ചെന്നെത്തുന്നതാണ്. ഈ വലിയ നിലക്ക് ഈ സിനിമാ ഫീൽഡിൽ വിരാജിക്കുമ്പോഴും ഈ പ്രദേശത്തിൻ്റെ അത്യാവശ്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ സഹായിക്കുന്ന നല്ല മനസ്ഥിതി ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഒന്ന് രണ്ട് കാര്യത്തിന് നേരിട്ട് വിളിച്ച് സഹായങ്ങൾ അഭ്യർത്ഥിച്ചു. സഹായങ്ങൾ എത്തിച്ചേരുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഒന്ന് രണ്ട് ചികിത്സാ സഹായത്തിന് വേണ്ടി ഞാൻ തന്നെ ആവശ്യപ്പെട്ടപ്പോൾ വലിയ സംഖ്യ, ചെറിയ സംഖ്യ, വലിയ സംഖ്യ തന്നെ, ലക്ഷക്കണക്കിന് രൂപ സഹായമായിട്ട് 5 ലക്ഷം രൂപ വരെ സഹായിച്ച നിലയുണ്ട് ചികിത്സക്ക് വേണ്ടി. ആ നിലക്ക് ഏതൊരു കാര്യം പറഞ്ഞാലും അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് സഹായിക്കാനുള്ള മനസ്ഥിതി കാണിക്കുന്നുണ്ട്. ഏത് നല്ല അവസരത്തിൽ ഇവിടെ ഈ പ്രദേശത്ത് വരാറുണ്ട്. അന്ന് സാധാരണ പഴയ സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്ഥിതിയുള്ളൊരു ആളായിരുന്നു ശ്രീനിവാസൻ. തൻ്റെ ജീവിതവും അനുഭവങ്ങളും സിനിമയ്ക്ക് വിഷയമാക്കിയ ശ്രീനിവാസന്റെ പല സിനിമകളിലെയും കഥയും കഥാപാത്രങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാഠ്യവുമായും പാഠ്യത്തെ ജനങ്ങളുമായും ബന്ധപ്പെട്ടു കിടക്കുന്നതാണ്. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മകൾ? എങ്ങനെയാണ്? നല്ല ബന്ധമായിരുന്നു? ബന്ധമാണ്, നല്ല ബന്ധമായിരുന്നു. വലിയ സ്നേഹിതന്മാർ തന്നെയാണ്. ഭാര്യ വീട്ടിൻ്റെ തൊട്ടിട്ട് ചോട്ടിൽ ഞാനും മേലവനും. കടയിലെല്ലാം വരുത്തുണ്ടെന്ന് ഞങ്ങൾ വെച്ച് വലിയ ലോക്യബന്ധാന്ന്. കല്യാണം പ്രേമാണ്. തോന്നിയപ്പോൾ നമ്മളെ തന്നെ ഏതാണ്ട് ബാർബറാം ബാലഞ്ഞ പേര് എൻ്റെ പേര് വായിച്ചതാ. കുഞ്ഞിരാമനായ അത് ബാലനാക്കിയതാ അവർക്ക്, അവർ കേല് വേണ്ടിയിട്ട്. ആ സിനിമ കൊണ്ട് നമുക്ക് അറിയാലോ അവനെ പറ്റി. പ്രത്യേക ഒരു സ്പെഷ്യൽ തോന്നേണ്ടൊന്നുമില്ല. ആ എൻ്റെ ഒന്നുമില്ല, അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ആ ഏതാണ്ട് അങ്ങനെ തന്നെ ഉണ്ട്. ആ ആ ഇന്ന് രാവിലെ നമ്മളെ തൊട്ട വേക്കലല്ല വീട്. ആട്ടിയെല്ലാം രാവിലെ കിട്ടിയില്ല വരും. അങ്ങനെ നമ്മൾ പറഞ്ഞു. മൂപ്പരുടെ സിനിമ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആ കഥാപാത്രങ്ങളായി മാറിയ എത്രയോ സിനിമകളുണ്ട്. അതെ, ഉണ്ണിമാഷ് പോലും ഒരു സിനിമയിൽ കഥാപാത്രമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അയാളുടെ സുഹൃത്തുക്കൾ കഥാപാത്രമായിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെ കഥാപാത്രമാക്കുന്ന രീതിയിലേക്ക് നിരവധി ആളുകളെ നമുക്ക് പലരെയും കാണാൻ വേണ്ടി കഴിയും. ആ നിലക്കുള്ള രീതിയിലാണ് മൂപ്പർ സിനിമയെ നോക്കിക്കണ്ടിട്ടുള്ളത്. ഈയൊരു സിനിമാ ജീവിതത്തിൻ്റെ കേരളത്തിന് പുറത്തും ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വലിയൊരു പങ്ക് വഹിച്ച ശ്രീനിവാസൻ്റെ വിയോഗം ഏറെ നഷ്ടം ഈ പാട്യം പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീനിവാസൻ്റെ എല്ലാ സിനിമകളും നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞാൽ കഥ എഴുതിയിട്ടുണ്ട്. കഥ എഴുതിയെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കഥകൾ എഴുതിയത് യഥാർത്ഥത്തിൽ ആർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ കഥകളിൽ ഈ നാടും നാട്ടുകാരും ഒക്കെയാണ്. അതായത് അദ്ദേഹത്തിന്റെ അച്ഛൻ പോലും ഒരു കഥയിലെ കഥാപാത്രമായിട്ട് അച്ഛൻ മാത്രമല്ല, പലരും ഉണ്ട്. ചിലപ്പോൾ ബാർബറും ഒക്കെ അതുണ്ട്, ബാർബർ ഉണ്ടാവും. അതുമാത്രമല്ല, ചിലപ്പോൾ നമ്മളൊന്നും കാണാതെ കൊണ്ടിരിക്കും. ഞങ്ങളടക്കമുള്ള ആളുകളും ചിലപ്പോൾ ഉണ്ടാവും.
അത് ചില കഥാപാത്രത്തിൽ കാരണം ആ ഉണ്ണിവാസെ പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇവ തന്നെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. പിന്നെ ഉണ്ണിവാസ് അവസാനം റിട്ടയർ ചെയ്ത സമയത്തുള്ള പൈസയെല്ലാം എടുത്തിട്ട് ഉണ്ണിവാസിൽ ബസ് വാങ്ങിയിട്ടു. ആ ബസ്സിൻ്റെ യാത്ര യഥാർത്ഥത്തിൽ അതിലുള്ള നടന്ന പല സംഭവങ്ങളും ബസ് സ്ട്രൈക്കായാലും ശരി, അത് തന്നെ പണിമുടക്ക് പിൻവലിച്ചതായാലും ശരി, അതുപോലെ ബസ് ആക്സിഡൻറ്റ് വന്നത്, ആ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ആ വണ്ടി എടുത്ത് മേലെ പൊക്കിയെടുത്ത് ഇത് ഇവിടുന്ന് വളപട്ടണത്തിൽ നിന്ന് കലാസികളാണ് വന്നത്. അവർ വന്ന് ഇത് പൊങ്ങിച്ചെടുത്തതിന് ശേഷം പറഞ്ഞ് മുഴുവൻ പൈസയും കൊടുത്തില്ല, കുറച്ച് ബാക്കി വെച്ച്, അതിനടുത്ത് പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അവർ വാശി പിടിച്ചപ്പോൾ പറഞ്ഞാൽ ഇനി അടുത്ത പ്രാവശ്യം തരാണ് നിൽക്കുമെന്ന് പറഞ്ഞു. ഇത് ആക്സിഡൻ്റ് ആയിട്ട് വണ്ടിയെടുത്ത് പൊന്തിച്ച് വെക്കുന്ന ഉണ്ണിവാസല്ലേ പറയുന്നത് അടുത്ത പ്രാവശ്യം എനിക്ക് തരടാണ് എന്ന് പറഞ്ഞാൽ ഇനിയും ആക്സിഡൻറ്റ് ഉണ്ടാവുന്നല്ല അതിൻ്റെ അർത്ഥമൊന്നുമില്ല. അത് നമ്മൾ പറയുന്ന ഭാഷയിലല്ല, ശ്രീനിൻ്റെ ഭാഷയിലത് ആ കഥയിൽ വന്നിട്ടില്ല. അങ്ങനെ പലതും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് ഗ്രാമമായ പാട്യത്ത് ജനിച്ച ശ്രീനിവാസൻ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നയാളാണ്. എന്നാൽ വിമർശനങ്ങൾ നല്ലതിനു വേണ്ടി മാത്രമാണെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. രാഷ്ട്രീയമായ വിയോജിപ്പ് ഒക്കെ പറയും. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നു? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടുന്ന എല്ലാ ഗുണഗണങ്ങളും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ചില പ്രശ്നങ്ങളുമുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ അതിശക്തമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഈ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പറയുക, എടോ വിമർശിച്ചാൽ മാത്രമേ നന്നാവൂ. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമാണെന്നോ നശിച്ചു പോകണമെന്നോ എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ വേറെ ഏത് പാർട്ടിനെ വിമർശിച്ചുകൊണ്ടാണ് നന്നാവുക? ആ പാർട്ടി നന്നാവുമോ? അപ്പം നന്നാവുന്നൊരു പാർട്ടി ഇതാണ്. അപ്പോൾ ആ നിലയിൽ ഈ പാർട്ടി വിമർശിക്കുന്നത് ഗുണകരമാണ് എന്ന വിശ്വാസത്തിൻ്റെ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു യുക്തിവാദി എന്ന രീതിയിൽ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ കാണാൻ പറ്റും. ഒരു ദൈവവിശ്വാസി എതിരായിട്ട് വളരെ ശക്തമായിട്ട് പറയുന്ന ഒരാളാണ്. എന്നാൽ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അയാൾ പങ്കെടുക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്നൊന്നുള്ള നിർബന്ധമൊന്നും മൂപ്പർ കാണിക്കില്ല. പക്ഷേ ആശയപരമായി ഈ കാര്യത്തെ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. ഓരോ സിനിമകളിലെയും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളൊക്കെ ഇപ്പോഴും ഓരോരുത്തർ മനസ്സിലിങ്ങനെ അതിൽ സന്ദേശം എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അതിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുണ്ടോ എന്നെല്ലാം പിന്നെ ആളുകൾ പറയുമ്പോഴും അത് അത്തരത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും അങ്ങനെ ഒരു കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാമല്ലോ. ഞാനീ പറയുന്നതിലൂടെ അത് സ്വയം പരിശോധിച്ച് പരിഹരിക്കുകയാണല്ലേ വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അങ്ങനെയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ ഒക്കെ നേരത്തെയൊക്കെ പറയണ്ടേ. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് പിന്നെ ഈ പറയുന്ന പാർട്ടി സ്കൂളിൻ്റെ പരിപാടിയിലാണ് അവസാനമായിട്ട് അവിടെയാണ് വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്നും വിമർശിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചിലരോട് സംസാരിക്കുമ്പോൾ ആ വിമർശനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് വിമർശിച്ചാലല്ലേ നന്നാവും. അപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹം വിമർശനം എന്ന് പറയുന്നത്? മൂപ്പര് ഞാൻ ചോദിച്ചിരുന്നു നേരിട്ട്. ഒരു 10-15 കൊല്ലം മുമ്പേ ഞാൻ നേരിട്ട് ചോദിച്ചു, നിങ്ങളെന്തിനാ ഇങ്ങനെ വിമർശിക്കുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞ് അതിലൊരു ടാക്ടിക്സ് ആണ്. വിമർശനത്തിൽ ഒരു നന്നാകേണ്ട കാര്യം നന്നാകണം, അത് നന്നാക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം അയാളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് എന്നോട് ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വലിയൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല, ആദ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ വലിയൊരു കടുത്ത എതിർപ്പും ഉണ്ടായിട്ടില്ല. എല്ലാ പാർട്ടിയും ഈ പാർട്ടി വലിയ നിലക്ക് നന്നാണ് എന്നുള്ളൊരു അഭിവാഞ്ച മൂപ്പറുടെ മനസ്സിലുണ്ട് എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം. അല്ലാതെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളത് മൂപ്പർ സ്വീകരിച്ച നിലപാടല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ഏതൊരു കാര്യവും ആളുകൾക്ക് നേരിട്ട് വ്യക്തമായി മനസ്സിലാകുമെന്ന് പറയുന്നത് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ കാര്യത്തെപ്പറ്റി ആളുകൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് തന്നെ അത് എത്രയും ലളിതമായ ഭാഷയിൽ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അയാൾ മൂപ്പരുടെ പല സിനിമയിലും കണ്ടുവന്നിട്ടുള്ളത്. ഏതൊരു സിനിമ എടുത്തു നോക്കിയാലും വിമർശനം, അതിരൂക്ഷമായ വിമർശനം ഉണ്ടെങ്കിലും അത് വിമർശനം
ഏൽക്കുന്നവർക്കും വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കാതെ അതിൻ്റെ നർമ്മം ആസ്വദിക്കുമ്പോഴാണ്. ആ നിലക്കുള്ളൊരു രീതി മൂപ്പരുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സിനിമയിലും നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സിനിമാ രംഗത്ത് സജീവമാകുന്നതിന് മുമ്പ് പത്രപ്രവർത്തന രംഗത്തും ശ്രീനിവാസൻ കൈവച്ചിരുന്നു. 84 മിത്രം എന്ന് പറഞ്ഞ പത്രം നമ്മൾ തുടങ്ങി. അപ്പോൾ അതിൽ അന്നൊരു കോൺഗ്രസിൻ്റെ പത്രമാണ്. അത് ഏട്ടൻ ഇവിടുത്തെ DC സെക്രട്ടറിയും തലശ്ശേരി ബാറിൽ വക്കീലാണ്. അപ്പോൾ പുള്ളി എന്നെ രാഷ്ട്രീയ അന്നേരം ശ്രീനി എന്നെ സഹായിക്കാൻ വരും. ഇപ്പം അന്നേരം ഇവിടെ ഇന്ന നാട്ടിലാണ്, പല സ്ഥലത്തും പോകാനുണ്ടാവും, പ്രതിക്കുന്ന നാടകം ഉണ്ടാവും. അപ്പം ഒന്ന് സഹായിക്കാൻ വരും. സഹായിക്കാൻ വന്നു കഴിഞ്ഞാലും നന്നായിട്ട് അവൻ അന്ന് നന്നായിട്ട് എഴുതുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര തിരക്കാകുമ്പോൾ ഞാൻ ചില സമയം പ്രിൻ്ററിനെയും പിന്നെ ഈ അടിക്കുന്ന ആളെ മണിവരെ അടിക്കേണ്ടി വരും. അപ്പോൾ ട്രെഡിലറിലല്ലേ അന്നത്തെ അടിക്കുന്നത്, ഇന്നത്തെ മാതിരി ഇതൊന്നും പാടില്ല. അപ്പോൾ ആ ട്രെഡിൽ അടിക്കുമ്പോൾ ചില സമയം ആൾ കറണ്ട് ഇല്ലെങ്കിൽ ഇത് തിരിച്ചിട്ടെല്ലാം അടിച്ച് സമയത്തിൻ്റെ പുറത്തുണ്ട് ഈവനിങ് എഡീഷനിൽ. അപ്പോൾ അതിലും എഴുതാറുണ്ട്. പലതും നമ്മൾ എല്ലാ വിമർശനങ്ങൾ പലതായിരിക്കും. അന്നത്തെ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും ന്യൂസ് അന്ന് തായാട്ടായിരുന്നു, കേത്തായിട്ടായിരുന്നു നമ്മളെ എഡിറ്റർ. കേത്തായിട്ടായിട്ട് നല്ല വന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ എന്തും എഴുതുന്നതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നല്ല രസമുണ്ടാകും. ഇപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞാലുണ്ടാകുന്നതിനേക്കാളും സന്തോഷകരമായിട്ട് ആസ്വദിക്കാൻ ജനങ്ങൾക്ക് പെട്ടെന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞ് പിറ്റേ അതിൻ്റെ റിസൾട്ട് നമുക്ക് വരുമല്ലോ. ആസ്വദിക്കാൻ പറ്റിയ ശ്രീനിയായിരിക്കും, ഒരേ വിഷയമായിരിക്കും. അതാണ് ഇത്. അപ്പോൾ ശ്രീനിയെ ഇപ്പം ഞാൻ പ്രോത്സാഹിപ്പിക്കലേ ഉള്ളൂ. ശ്രീനി ഭയങ്കര അത് അവനെന്തും കാണാനുള്ളൊരു കണ്ണ് പ്രത്യേകത. പിന്നെന്താ എല്ലാ അധികത്തിലും അതുണ്ടാവും, ഇല്ലാത്ത വളരെ ചുരുക്കിയുള്ളൂ. അവൻ്റെ അനുഭവങ്ങൾ ഒരുപാട് പിന്നെ അനുഭവങ്ങളുണ്ട് അവൻ. അതുകൊണ്ട് തന്നെയാണ് മദ്രാസിലായാലും ഇവിടെ ആയാലും എല്ലാം ഒരുപാട് അനുഭവങ്ങൾ. ഏറ്റവും ഒടുവിൽ ഈ വർഷം ഏപ്രിൽ 4 അദ്ദേഹം പാട്യത്തെത്തിയത്. പാട്യം വെസ്റ്റ് UP സ്കൂൾ വാർഷികാഘോഷം കഥാകൃത്ത് M. മുകുന്ദനൊപ്പം ഉദ്ഘാടനം ചെയ്ത് അവശതകൾക്കിടയിലും ഏറെ നേരം സംസാരിക്കുകയും ചെയ്തിരുന്നു. കുറേ മാസങ്ങളായി പലതരം രോഗങ്ങൾ കാരണം നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നടക്കാനും വയ്യ എന്ന് പറയുന്ന ഒരവസ്ഥയിലുള്ളത്. എല്ലാം നടക്കാനും നിൽക്കാനും എല്ലാം വയ്യും എന്നൊരവസ്ഥയിൽ വന്നാലും സ്വന്തം നാട്ടിൽ ഒരു സിനിമ നടന്റെ ഭാവത്തിൽ വന്ന് 2 വാക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ ശരിക്കറിയാവുന്നവർ, അതായത് ഇപ്പോഴത്തെ ആളുകളല്ലോ പണ്ടത്തെ ആളുകൾ. അപ്പോൾ പണ്ട് എന്നെ ശരിക്കും അടുത്തറിയാവുന്ന ആൾക്കാർ ഞാൻ എന്തെങ്കിലും അബദ്ധം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ചിരിക്കും. അതുകൊണ്ട് ഞാൻ സിനിമ നടനല്ല, സിനിമ എഴുത്തുകാരനല്ല, ഒന്നുമല്ല. ഞാനിങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ദൈവക്കിങ്ങനെ പറഞ്ഞ് 114 വാർഷികമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വന്നു എന്നേ ഉള്ളൂ. അത് അന്ന് ശ്രീനിവാസൻ ജീവിതത്തിൽ ആദ്യമായി പിറന്നാൾ കേക്ക് മുറിക്കുകയും ചെയ്തു. ശ്രീനിവാസൻ വിട പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മലയാള സിനിമയ്ക്കും അതുപോലെ ഈ പാട്യം എന്ന ഒരു ഗ്രാമത്തിനൊരു തീരാത്ത നഷ്ടം തന്നെയാണ്. എങ്ങനെയാണ്? കാരണം അദ്ദേഹം അവശതയിലാണെങ്കിൽ ഏറ്റവും ഒടുവിൽ എത്തിയത് ഈ സ്കൂളിൻ്റെ വാർഷികത്തിനാണ്. ശ്രീനിവാസന് ഈ സ്കൂളുമായി വളരെ മുമ്പ് തന്നെ വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ശ്രീനിവാസൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, കലാരംഗത്ത് പിച്ച വെച്ച് വരുന്ന സമയത്ത് തന്നെ സ്കൂളിനകത്തുള്ള ഒരു പ്രോഗ്രാമിനകത്ത് ചെറിയ കുട്ടികളെ അഭിനയം പഠിപ്പിക്കാനുള്ള ശ്രമവുമായിട്ട് വന്നത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പിന്നീട് സിനിമാ രംഗത്തേക്ക് വന്നതിന് ശേഷവും ശ്രീനിവാസൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മേള എന്ന സിനിമ അത് ചിത്രീകരിച്ചത് ഏറെക്കുറെ പാട്യത്തും പരിസര പ്രദേശങ്ങളിൽ വെച്ചാണ്. അതിനുശേഷമാണ് സിനിമയിൽ തിരക്കഥാകൃത്ത് എന്ന നിലയിലും അതുപോലെ സംവിധായകൻ എന്ന നിലയിലും അതുപോലെ അഭിനേതാവ് എന്നുള്ള നിലയിലും എല്ലാം അതിനുശേഷമാണ്, മേളയ്ക്ക് ശേഷമാണ് മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരിടം കണ്ടെത്തിയിട്ടുള്ളത്. പാട്യത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു അഭിമാനമാണ്.
പാട്യം ഒരുപാട് ആളുകൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. പാട്യം ഗോപാലനെ പോലുള്ള ആളുകൾ, വാഗ്ഭടാനന്ദനെ പോലുള്ള ആളുകൾ. ആ ഗണത്തിൽ തന്നെ സിനിമാ രംഗത്ത്, കലാരംഗത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പാട്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള, പാട്യം സംഭാവന നൽകിയിട്ടുള്ള ഒരു അതുല്യ കലാകാരനാണ്, നടനാണ്. എല്ലാം സിനിമാ രംഗത്തെ എല്ലാ മേഖലയിലും വിരാജിച്ചുള്ള ഒരു പ്രഗത്ഭനാണ് ശ്രീനിവാസൻ. അദ്ദേഹമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം തുടക്കത്തിൽ പാട്യം ശ്രീനിവാസൻ എന്നുള്ള പേരിൽ തന്നെയാണ് സിനിമാ രംഗത്ത് വന്നിട്ടുള്ളത്. പിന്നെയാണ് ശ്രീനിവാസൻ എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ കൊണ്ടുതന്നെ അറിയപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹം നാട്ടിൽ വന്നു കഴിഞ്ഞാലും പലപ്പോഴും ഒരു വലിയൊരു സൗഹൃദ വലയം അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തറവാട് ഈ കോങ്ങാറ്റയിലാണ്. അതിനുശേഷം അദ്ദേഹം വീടെടുത്തത് പൂക്കോടാണ്. പൂക്കോടായാലും കോങ്ങാറ്റയിലായാലും വലിയൊരു കലാ രംഗത്തുള്ള പിച്ച വെച്ച് വരുന്ന ആളുകളുടെ ഒരു സൗഹൃദ വലയം തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ നാടിനെ എന്നെന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനമായി ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പൂക്കോടുള്ള വീടും വിൽപ്പന നടത്തിയതിന് ശേഷം, അതിനുശേഷവും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ താമസിക്കുമ്പോഴും പാട്യത്ത് വരാറുണ്ടായിരുന്നു. പാട്യക്കാരുമായിട്ട് സൗഹൃദം പുലർത്താറുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് പാട്യം വെസ്റ്റ് യു പി സ്കൂളിൻ്റെ മാനേജർ ശ്രീ ദീപക്, അദ്ദേഹത്തോട് ഒരു അപേക്ഷ വെച്ചു. ഞങ്ങളുടെ സ്കൂളിലെ വാർഷികത്തിന് ആദ്യമായിട്ട് വരണമെന്ന ഒരാഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയും ഞങ്ങളൊന്നും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വെച്ചുകൊണ്ട് പങ്കെടുക്കും എന്നുള്ള വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യാസമേതം കുടുംബസമേതം ഇവിടെ എത്തിച്ചേരുകയും എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും സമ്മാനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുത്തു, കുട്ടികൾക്ക് മധുരം കൊടുത്തു. മറ്റൊരു സവിശേഷത കൂടി അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ഈ സ്കൂളിൽ വന്ന അന്നാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ. അദ്ദേഹം സാധാരണ പിറന്നാൾ ആഘോഷിക്കാറില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ് അദ്ദേഹം പറയുകയും ചെയ്തു. ആദ്യമായിട്ട് പിറന്നാൾ ആഘോഷിച്ചതും ഈ വിദ്യാലയത്തിൽ വെച്ചായിരുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടി ഈ വരവിലുണ്ടായിട്ടുണ്ട്. വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ, നോവലിസ്റ്റ് ശ്രീ എം മുകുന്ദൻ കൂടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമ്പന്നമായ ഒരു സ്റ്റേജിനകത്താണ് അദ്ദേഹം ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. ദൈർഘ്യമേറിയ ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായത്. ഇരുന്നുകൊണ്ടാണ് അവശതയുണ്ടായത്. എന്നാൽ പോലും ഇരുന്നു കൊണ്ട് നല്ല ദൈർഘ്യമേറിയൊരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നാടിനൊക്കെ അനുസ്മരിച്ചുകൊണ്ട്, നാടിനോടുള്ള ബന്ധമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു നടത്തിയത്. ഞങ്ങളാരും ഇത് അവസാനത്തെ വരവായിരിക്കുമെന്ന് കരുതിയിരുന്നില്ല. ഏതായാലും ജീവിതത്തിൻ്റെ അവസാനമായി പാട്യത്ത് ഒരു പൊതുപരിപാടിയിൽ, ഈ വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ഏപ്രിൽ മാസത്തിൽ. ശ്രീനിവാസൻ വിടവാങ്ങിയെങ്കിലും നാടുമായി അദ്ദേഹം കാത്തുസൂക്ഷിച്ച ബന്ധവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ജന്മനാടായ പാട്യത്ത് എന്നും നിലനിൽക്കും. അഭിനയിക്കാൻ ഒരു ചെറിയ ചാൻസ്, ഞാൻ നന്നായിട്ട് അഭിനയിക്കും. എന്നാ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. അപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? തിരക്കഥയില്ല. തിരക്കഥ ഞാൻ എഴുതാം. തനിക്ക് തിരക്കഥ എഴുതാനും അറിയോ? അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ട്. ഒരൊലക്ക കിട്ടും. കുറച്ച് വെള്ളം ചേർത്ത് നല്ല മുഴുപ്പുള്ള പാലാണ്. കുറച്ച് ചേർക്കല്ലേ? ചേർക്കും. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. നീലവിയിൽ എന്തായോ എന്തോ നല്ല കവള്.